മധ്യപൂർവേഷ്യൻ സംഘർഷത്തിൽ രാജ്യത്ത് LPG ക്ഷാമം ഇല്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം പൊളിയുന്നു. റെയിൽവേയിലും വൻ പ്രതിസന്ധിയെന്നാണ് സൂചന. ട്രെയിനുകളിൽ പാകം ചെയ്ത ഭക്ഷണം നൽകുന്നത് താൽക്കാലികമായി നിർത്തിയേക്കും. പാചകവാതക ലഭ്യതയിൽ കേന്ദ്രം ഇടപെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഉപയോക്താക്കൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. LPG ക്ഷാമത്തെ തുടർന്ന് ട്രെയിനുകളിൽ ഭക്ഷണ വിതരണം നിലച്ചേക്കുമെന്ന സൂചനയാണ് റെയിൽവേ വൃത്തങ്ങൾ നൽകുന്നത്. നേരത്തെ ടിക്കറ്റിനൊപ്പം ഭക്ഷണം ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് പണം റീഫണ്ട് നൽകുന്നത് IRCTC ആലോചിക്കുന്നെന്നാണ് സൂചന. നിലവിൽ ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അത്യാവശ്യ മേഖലയിലേക്കുള്ള വാണിജ്യ സിലിണ്ടറുകളുടെ ഉൽപാദനം മാത്രമാണ് നടക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ തന്നെ ഒട്ടേറെ ഹോട്ടലുകൾ അടച്ചതായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. ഗ്യാസ് കിട്ടാനുമില്ല. ഇനിയിപ്പോൾ കിട്ടുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ വില വല്ലാത്തൊരവസ്ഥ. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. മിനിമം 2000-3000 രൂപയുടെ വ്യത്യാസമാണ് ഗ്യാസിലൂടെ നമുക്കൊരു ദിവസം അമിതഭാരം വരുന്നത്. കരിഞ്ചന്തകൾ കണ്ടെത്താൻ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സ്ക്വാഡ് പരിശോധന നടത്തുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ 24-നോട് പറഞ്ഞു. കളക്ടറുടെയും ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥരുടെയും എല്ലാം നേതൃത്വത്തിൽ സ്ക്വാഡുകൾ ഇറങ്ങാനും പൂഴ്ത്തിവയ്പോ കരിഞ്ചന്തയോ ഈ അവസരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനും കർശന നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയും. ഇന്ധന പ്രതിസന്ധി രാജ്യത്തെ രാസവള മേഖലയിലേക്കും വ്യാപിക്കുകയാണ്. പഞ്ചാബിൽ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിന്റെ 2 പ്ലാന്റുകൾ ഉൽപാദനം നിർത്തി. പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം വിഷയമുയർത്തി. ഇന്ധന സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ക്രൂഡ് ഓയിൽ വിതരണം സുരക്ഷിതമായി തുടരുന്നെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. 2 LNG ചരക്ക് കപ്പലുകൾ ഉടനെത്തും. ഉപയോക്താക്കൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും പെട്രോളിയം മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.